ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം. ബാർഗ്മോർ. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. നിനക്ക് അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. നീ ബഹുജാതിക്ക് പിതാവ് ആകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്. ഞാൻ നിന്നെ ബഹുജാതിക്ക് പിതാവാക്കി ഇരിക്കയാൽ നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേ ഉള്ളതും നിങ്ങൾക്ക് പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം ആവിത്. നിങ്ങൾ പുരുഷപ്രജയൊക്കെയും പരിശോധന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിശോധന ചെയ്യണം. അത് എനിക്ക് നിങ്ങൾക്കും മധ്യേ നിയമത്തിൻ്റെ അടയാളമാകും. തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിശോധന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിശോധനയേറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം. അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിശോധനയേൽക്കാതിരുന്ന ജനത്തിന് ഛേദിച്ചു കളയണം. അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. ദൈവം പിന്നെയും അബ്രാമിനോട്, നിന്റെ ഭാര്യയായ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായിരിക്കുകയും ജാതികളെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്നരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം കവിള് വീണു ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ചിരിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോട് അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. ഇസ്മായേലിനെ കുറിച്ചും ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസ്ഹാക്കിനോട് ആകുന്നു. ദൈവം അബ്രാമിനോട് അരുളി ചെയ്തു തീർന്ന ശേഷം അവനെ വിട്ടുകയറിപ്പോയി. അനന്തരം അബ്രഹാം തൻ്റെ മകനായ ഇസ്മായേലിനെയും തൻ്റെ വീട്ടിൽ ജനിച്ച സകലദാസന്മാരെയും താൻ വിലയ്ക്ക് വാങ്ങിയവരൊക്കെയും അബ്രഹാമിൻ്റെ വീട്ടിലുള്ള സകല പുരുഷന്മാരെയും കൂട്ടി. ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവരുടെ അഗ്രചർമ്മത്തെ അന്ന് തന്നെ പരിശോധന കഴിച്ചു. അബ്രഹാം പരിശോധനയേറ്റപ്പോൾ അവന് 99 വയസ്സായിരുന്നു. അവൻ്റെ മകനായ ഇസ്മായേൽ പരിശോധനയേറ്റപ്പോൾ അവന് 13 വയസ്സായിരുന്നു.
അബ്രഹാം അവൻ്റെ മകനായ ഇസ്മായേലും ഒരേ ദിവസത്തിൽ പരിച്ഛേദനയേറ്റു. വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് അവൻ വിലയ്ക്ക് വാങ്ങിയവരും ആയി അവൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും അവനോട് കൂടെ പരിച്ഛേദനയേറ്റു. പാർക്കുമോ